ഷാഫി അങ്ങനെ വലിയ ആത്മവിശ്വാസമായിരിക്കും. ജനങ്ങൾ നൽകുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. താങ്കൾ സൂചിപ്പിച്ചതുപോലെ ഈ സർക്കാരിനെ ചുമന്നു മാറ്റാൻ നിൽക്കുക, തലയിൽ നിന്ന് ഒഴിവാക്കാൻ നിൽക്കുകയാണ് ജനങ്ങൾ. പക്ഷേ ഷാഫി, പ്രധാനമായും UDF-നെതിരെ ഉണ്ടാകുന്ന ഒരു വെല്ലുവിളി വയനാട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ്. അതൊരു വെല്ലുവിളി അല്ലാതായി മാറിയില്ലേ? അവര് വലിയ വെല്ലുവിളി നടത്തി. പക്ഷെ KPC പ്രസിഡന്റ് പത്രസമ്മേളനം നടത്തി ഞങ്ങൾക്ക് ലഭിച്ചതും ഞങ്ങൾ ചെലവഴിച്ചതുമായിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും പുറത്തുവിട്ടു. ഇനി ആ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഉൾപ്പെടെ ഞങ്ങൾ പുറത്തുവിടാൻ തയ്യാറുമാണ്. നേരെ മറിച്ച് നിങ്ങൾ CPM-നോട് അവരുടെ രക്തസാക്ഷി ഫണ്ടിനെ പറ്റി ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ജില്ലാ സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞ എന്താ? നിങ്ങളോട് പറയേണ്ട കാര്യമില്ല, നിങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമില്ല. ഞങ്ങൾ ഗവൺമെന്റ് ഒന്നുമല്ലല്ലോ, പാർട്ടിയല്ലേ. അപ്പൊ പാർട്ടി എന്നുള്ള നിലക്ക് ഞങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ട്രാൻസ്പെറന്റ് ആണ്. ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഒളിക്കാനും മറക്കാനും ഇല്ല. പക്ഷെ CPM ആറ്റിറ്റ്യൂഡാണ് ഇവിടെ ചർച്ചയാവുന്നത്. സർക്കാരിന്റെ ലേബലില് കോടിക്കണക്കിന് രൂപ ജനങ്ങളിൽ നിന്ന് പിരിച്ചു. ഇന്നലെ രാത്രി വരെ ഒരാള് അവിടെ കയറി താമസിക്കാൻ തുടങ്ങിയിട്ടില്ല. ഉദ്ഘാടനത്തിന് പൊടിച്ച കോടികള്, അതിന്റെ മാമാങ്കം, PR അതൊക്കെ വേറെ. അപ്പൊ അവര് ദേ ആർ മോർ അക്കൗണ്ടബിൾ, ദേ ആർ മോർ ആൻസറബിൾ. ഷാഫി, VD സതീശൻ പറഞ്ഞത് വീട് നിർമ്മാണം ആരംഭിച്ചു എന്നാ. പക്ഷേ KPCC പ്രസിഡന്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നിർമ്മാണം ആരംഭിക്കാനുള്ള ഫണ്ട് നിലവിലില്ലെന്നുള്ള. വീട് നിർമ്മാണത്തിന്റെ ഫണ്ട് ഞങ്ങൾ മാനേജ് ചെയ്യും. ഞങ്ങൾ അതിന് വേറെ പിരിവ് നടത്തില്ല. അത് ഞങ്ങൾക്ക് AICC സപ്പോർട്ടോടെ, ഞങ്ങൾ KPCCയുടെ മറ്റ് സപ്പോർട്ടോടെയും KPC ഫണ്ടുകളിൽ നിന്നും നീക്കി വെച്ചിട്ടാണെങ്കിലും ഞങ്ങൾ അത് പൂർത്തീകരിക്കും. അതിനകത്തൊന്നും ഒരു ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് ഞങ്ങൾ പാലിക്കും. പ്രസിഡന്റ് പറഞ്ഞതനുസരിച്ച് 9 ലക്ഷം രൂപ ചെലവിൽ ഒരു ആപ്പ് തയ്യാറാക്കി. പക്ഷെ ആ ആപ്പ് ഇപ്പോൾ കാണാൻ പോലും ഇല്ല. ആപ്പ് കളക്ഷന്റെ സമയത്തല്ലേ ഇപ്പോൾ സഹോദര വേണ്ടത്. ആപ്പ് എല്ലാ ദിവസവും ലൈവായിട്ട്, അതൊരു ഡെയിലി ഇന്ററാക്ഷൻ ആപ്പ് അല്ല. അതൊരു മണി കളക്ഷന് വേണ്ടി ആ സ്പെസിഫിക് പീരീഡിലെ പൈസ കിട്ടുന്നതിന് വേണ്ടി ഉണ്ടാക്കുന്ന ആപ്പാണ്. ആപ്പിലല്ല പൈസ ഇടുക, ബാങ്കിലെ പൈസ ഇടുക. ബാങ്കിൽ വരുന്നതും പോകുന്നതുമായിട്ടുള്ള എല്ലാ പൈസക്കും കണക്കുണ്ട്, രേഖകളുണ്ട്. അതും ജനങ്ങളുടെ മുമ്പിൽ പറയാൻ തയ്യാറാണ്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ സ്ഥാനാർത്ഥിയും ഷാഫി പറമ്പിലുമുള്ളത്. വയനാട് വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലും വിശദീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ക്യാമറമാൻ കിഷോറിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം.